കെ അഭിലാഷ്, സമയം തീരാറായി, 5 മിനിറ്റേ ഉള്ളൂ. എല്ലാവരെയും അകത്ത് കയറ്റി ടോക്കണൊക്കെ കൊടുത്തു കഴിഞ്ഞോ? അവിടെ 54 സുജി, അലമീൻ നേരത്തെ പറഞ്ഞു ആ ബൂത്തിൽ ആളുകളെ എത്തിച്ച് വോട്ട് ചെയ്യാൻ സമയമെടുക്കുമെന്നുള്ള കാര്യം. അലമീൻ അക്കാര്യത്തിൽ വോട്ടർമാരെ ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ ഈ പ്ലാന്റേഷൻ സ്കൂളിലാണുള്ളത്, ഈ കൊണ്ടായിയിലെ പ്ലാന്റേഷൻ സ്കൂൾ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഫസ്റ്റ് വോട്ട് ഈ കൊണ്ടായിയിൽ നിന്നാണ് കൊടുത്തത്. ഇപ്പോൾ ഇതാ ലാസ്റ്റ് വോട്ട് ചെയ്യാൻ ഒരാൾ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള അത്ര ഒരു കൗതുകം. കാരണം എല്ലാവരും വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്താണ് പേര്? എൻ്റെ പേര് തോമസ്. എന്തുകൊണ്ടാണ് ലാസ്റ്റ് വോട്ട് ചെയ്യുന്നത്? അത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതൊന്ന് ലാസ്റ്റ് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. പ്രതിഷേധമാണ്. പ്രതിഷേധമാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധിക്കുന്നത്? ഞങ്ങൾക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ടിക്കറ്റി കൊണ്ടുവന്നു. സുജയ, ഇതൊരു പ്രതിഷേധമാണ്. കാരണം എല്ലാവരും വോട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തന്നെ വേണം. നമുക്കൊന്ന് വി എസ് രഞ്ജിത്തിലേക്ക് പോകാം. അഭിലാഷ് അവിടെ തന്നെ തുടരൂ. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാം. നമുക്ക് രഞ്ജിത്തിലേക്ക് ഒന്ന് പോകാം. രഞ്ജിത്ത്, ചേലക്കര മുന്നേറുകയാണ്. ജെയ്സൺ കപ്പടിക്കുമെന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി വയനാട്ടിൽ? ഞങ്ങൾ ഏതായാലും മത്സരത്തിനില്ല. കാരണം ഒരാളെപ്പോലും അവസാനമായി കാണിക്കാനില്ല. കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ചു നിർത്തിയാൽ അതുപോലെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ നേരത്തെ തന്നെ പെട്ടി പൂട്ടിക്കെട്ടിയോ സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി പോലും വോട്ട് ചെയ്യാനില്ല. ഈ അവസാനത്തെ ഒരു മിനിറ്റിലൊക്കെ സാധാരണ നമ്മൾ പോളിംഗ് കാണാറുള്ളത് ആരെങ്കിലുമൊക്കെ ഓടിക്കഴിച്ച് വന്ന് ഒരു വോട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നതും ഉദ്യോഗസ്ഥന്മാർ അവരെ കയറ്റിവിടുന്നതും പിന്നീട് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയുള്ള മത്സരമൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. ഇവിടെ പോളിംഗ് ചെയ്യാൻ ആരുമില്ല. ഞാൻ നേരത്തെ ഈ സ്കൂളിൽ മാത്രമല്ല, നേരത്തെ പോയിട്ടുള്ള 3, 4, 5 സ്കൂളുകളിൽ ഞാൻ വൈത്തിരി മുതൽ കൽപ്പറ്റ വരെ കയറിയിട്ടുണ്ട്. ആ ഭാഗത്തൊന്നും തന്നെ ഇത്തരത്തിൽ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രാവിലെ തുടക്കത്തിൽ 7 മണിയാകുമ്പോൾ ഒരു 10-15 പേർ ക്യൂ നിന്ന് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു വലിയ ക്യൂ രൂപപ്പെടുന്നതിൽ വലിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോയി. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 1200 വോട്ടർമാരുണ്ട്. അതിലിപ്പോൾ 700 പേർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ അതും ഒരു കണക്കാണ്. ആ കണക്കാണ് നമ്മളെ കുഴക്കുന്നത്. നോക്കൂ, അല്ലമീൻ ഇപ്പോൾ വളരെ മുന്നിലാണ്. അല്ലമീൻ തളിയിലെ 7-ാം നമ്പർ ബൂത്തിൽ 100-ലേറെ ആളുകളുമായി ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അവരെയൊക്കെ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് എത്ര രാത്രിയായാലും മടങ്ങുമെന്നാണ് ചേലക്കരയിൽ നിന്ന് അല്ലമീൻ നൽകുന്ന അപ്ഡേറ്റ്. നമുക്കൊന്ന് ദീപക് മോഹനിലേക്ക് പോകാം. ദീപക് മോഹൻ, ചേലക്കരയിൽ വമ്പൻ പോളിംഗ് ആണ്. വയനാട്ടിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രഞ്ജിത്ത് പറയുന്നു ആരും വരുന്നില്ല. ഒരു ബൂത്തിൽ 1200-ൽ 500 പേർ ഇപ്പോഴും വീട്ടിലിരിക്കുകയാണ്. ദീപക്, വയനാട്ടിൽ മുഴുവൻ ഇങ്ങനെയൊരു സാഹചര്യമാണോ ഇന്ന് നമ്മൾ കണ്ടത്? സുജാ, തീർച്ചയായും നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു മത്സരത്തിലല്ല. നേരത്തെ നമ്മൾ നിന്നിരുന്ന അപ്പപ്പാറയിലെ പോളിംഗ് ബൂത്തിന് സമീപമാണ് ഇപ്പോൾ ഉള്ളത്. ആ പോളിംഗ് ബൂത്തിൽ ആരും എത്തിയില്ല. പിന്നീടാണ് നമ്മൾ ഈ സമീപത്തേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ കാണാം, പ്രിയങ്ക ഗാന്ധിയുടെ പോസ്റ്ററുകൾ മുകളിലുണ്ട്, തൊട്ട് താഴെ സത്യമോഹരിയുണ്ട്, തൊട്ടപ്പുറത്തായി നവ്യ ഹരിദാസ് ഉണ്ട്. പക്ഷേ വോട്ട് ചെയ്യാൻ ആളുകളില്ല എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആണ് എന്നുള്ള രീതിയിൽ വയനാടൻ ജനത വിശ്വസിക്കുന്നുണ്ട്. കണ്ടു നിൽക്കാൻ സമയമില്ല. അല്ലമീൻ അതാ നിരവധി ആളുകളുമായി കാത്തു നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നു. ദീപക്, എന്നോട് ക്ഷമിക്കൂ. തളിയിലെ 7-ാം നമ്പർ ബൂത്തിൽ ഇനിയും 100-ലധികം പേരുണ്ട് അല്ലേ അല്ലമീൻ? ഇപ്പോൾ അല്ലമീനാണ് ലീഡ് ചെയ്യുന്നത്. 100-ലേറെ പേരുണ്ടെന്ന് മാത്രമല്ല സുജയ, ഇപ്പോഴും വീണ്ടും ആളുകൾ വന്ന് ക്യൂവിൽ നിൽക്കുകയാണ്. അവസാന മണിക്കൂറിലും ആളുകൾ വന്ന് ക്യൂവിൽ ഇടം പിടിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. ഏതായാലും അല്പസമയത്തിനകം ടോക്കൺ നൽകുമെന്നുള്ളതാണ്. ഇത്രയും നേരം വൈകിയതാണോ അതോ നേരത്തെ വന്നിട്ട് മടങ്ങിയതാണോ? നേരത്തെ വന്നിട്ട് മടങ്ങിയതാണ്. കാരണം മണിക്കൂറുകളോളം വന്ന് കാത്തുനിന്ന് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയിട്ട് വീണ്ടും അവസാന സമയത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം സുജയ ടോക്കൺ നൽകും. ഇത് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് കുടിവെള്ളമൊക്കെ കൊടുക്കാനുള്ള ക്രമീകരണം കൂടി ഇവിടെ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ട്. ഏതായാലും നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ എത്ര പ്ലേറ്റ് സാമ്പാറും ചോറും കൊണ്ട് വരേണ്ടി വരുമെന്നുള്ളതും എത്ര പായ ഇവിടെ വിരിക്കേണ്ടി വരും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഏതായാലും അത്രയും സമയം ഇനി നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. നമ്മൾ നേരത്തെ വന്ന നേരം മുതൽ ഇവിടെ ഒരു ചേട്ടൻ നിന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവസാനമാണ് വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇത്തവണയും അതുപോലെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് നേരത്തെ പറഞ്ഞാണ്. അത് തന്നെയാണ്. എത്ര മണിക്കൂർ കഴിഞ്ഞാൽ അവസാനം ചെയ്തിട്ടേ പോകുള്ളൂ? അപ്പൊ തന്നെ 100 പേരുണ്ട്. 100 ഒരു 10-300 ആൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്, കാണുന്നില്ലേ? ഇവർക്കിടയിൽ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ നാളെ രാവിലെ തുടങ്ങിക്കോ. എന്താ വെച്ചാൽ അത്രയും വോട്ടുള്ള ഒരു ബൂത്താണല്ലോ. ആകെ ഉള്ളത് ഒറ്റ ബൂത്താണ്. 1500 വോട്ടിന്റെ മുകളിലുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവരോട് പറഞ്ഞാണ് 2 ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കാര്യം അങ്ങനെയല്ല, നമ്മളെല്ലാവരും റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പുള്ളിയാണ് ഏറ്റവും അവസാനം 9 മണി ഇവിടുന്ന് പോയപ്പോഴെന്ന് പറയുന്നു. ഇത്തവണയും അതുപോലെ തന്നെ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഏതായാലും സുജ, സമയം അവസാനിക്കാറായിരിക്കുകയാണ്. 5:59 ആയിരിക്കുകയാണ്. 6 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള സമയം. ഇനി വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ടോക്കൺ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകും. ആ ടോക്കൺ വിതരണം ചെയ്തതിനു ശേഷം നമുക്ക് കൃത്യമായ ഒരു എണ്ണം എത്ര പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഇനി എത്ര പേർ വോട്ട് രേഖപ്പെടുത്താനുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ടോക്കൺ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ വന്ന ആളിനായിരിക്കും ആദ്യ ടോക്കൺ നൽകുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറുന്നുണ്ട്. അവരും അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ടോക്കൺ കൊടുക്കുകയാണ്. സുജയ, ആദ്യത്തെ ടോക്കൺ വിതരണം ചെയ്യുകയാണ്. ഏറ്റവും അവസാനം വന്ന ആളിനാണ് ആദ്യത്തെ ടോക്കൺ കൊടുക്കുന്നത്. ഈ ടോക്കൺ വിതരണം ചെയ്ത് കഴിയുമ്പോൾ അറിയാം എത്ര പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഇനി എത്ര പേർ വോട്ട് രേഖപ്പെടുത്താൻ ഉണ്ട് എന്നുള്ളതും. തളിയിലെ 12ാമത്തെ വാർഡിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ബൂത്ത് നമ്പർ 7 ഇത്രയും വലിയ ആൾക്കൂട്ടവും ഇത്രയും വലിയ നിരയും നമ്മളിപ്പോഴും